ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണത് സർവൈവ് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയുണ്ട് കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കളിക്കണ്ടാവുക റോബ്ലോക്സിൽ. നിങ്ങൾ എത്ര ദിവസം 99 നൈറ്റ്സിൽ സർവൈവ് ചെയ്തിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് വന്നിക്കണ നമുക്ക് ഫസ്റ്റ് മരമൊക്കെ വെട്ടാം, എന്നിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ആക്കാം. എന്നാലേ നമുക്ക് സേഫ് ആവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ ഗൈസ് നമുക്ക് സാപ്ലിങ് പ്ലാൻ ചെയ്യാം. തീൻ്റെ അടുത്ത് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് മരമൊക്കെ ക്യാമ്പ് ഫയറിലാക്കാം. അങ്ങനെ ലെവൽ 1 കഴിഞ്ഞപ്പോൾ ലെവൽ 2 ആയി. അപ്പോൾ ഗൈസ് നമുക്കിനി വീണ്ടും മരം വെട്ടാം. മരം വെട്ടിയില്ലെങ്കിൽ നല്ല പണിയാവും, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വെട്ടുന്നത്. ഗൈസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. മരം മാക്സിമം നമ്മൾ ആക്കണം, പക്ഷെ എത്ര നോക്കിയാലും പറ്റൂല. ഫുള്ളൊന്നും ആക്കാൻ ഒറ്റക്കൊന്നും പറ്റില്ല കേട്ടോ എന്നെ കൊണ്ട്. ഗൈസ് നമുക്ക് പുറത്തൊക്കെ പോയി നോക്കിയോട്ടോ, നല്ലത് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഉണ്ടാവും നല്ല കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് ഒരു സ്ഥലം കണ്ടിരിക്കണം, നമുക്ക് അവിടെ പോയി നോക്കാം. ഗൈസ് അവിടെ ക്യാരറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് ഇല്ലെങ്കിൽ നമ്മൾ ചാവും, പിന്നെ നമ്മളെ എനർജിയും പോകും കേട്ടോ. അപ്പോൾ ഗൈസ് ലിയ 100 ആക്കിക്കണം കേട്ടോ ഫയർ. അതുകൊണ്ട് തന്നെ മാപ്പ് വീണ്ടും വലുതായി. വീണ്ടും മരം വെട്ടാം. ഗൈസ് മരം വെട്ടിയില്ലെങ്കിൽ പിന്നെ റാമൊക്കെ വരും, റാമും അവളൊക്കെ വരും. ലൈറ്റ് കണ്ടാൽ ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ക്യാമ്പ് ഫയറിൽ ഫുൾ ആക്കണം കേട്ടോ. പിന്നെ നമ്മളടുത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ മറ്റേ ടോർച്ച് ലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ക്രാഫ്റ്റിംഗ് മെഷീനിൽ ഇടാം, കാരണം നമുക്ക് മാപ്പ് അപ്പോൾ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ മാപ്പ് വെക്കട്ടോ. മാപ്പ് വെച്ചിക്കണ്. ഗൈസ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അപ്പോൾ ഇതേപോലത്തെ ഇനിയും കുറേ സാധനങ്ങൾ കിട്ടും. ഗൈസ് ഇവിടുന്ന് നമുക്കൊരു സാധനം കിട്ടും, അടിപൊളി സാധനമാണ്. ടൈമിംഗ് ഫ്ലൂട്ട് കിട്ടും. അതായിട്ട് നമുക്ക് അത് നമ്മൾ ഊതിയാൽ നമുക്ക് പെറ്റ്സിന് കിട്ടും കേട്ടോ. നമുക്കത് ഊതിയാൽ നമ്മൾ ഫസ്റ്റ് അത് ഊതണം. അപ്പം അവർ നമ്മളോട് ഫുഡ് ചോദിക്കും, അപ്പോൾ നമ്മൾ ആ ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മളെ പെറ്റാവും അവർ. കുറേ വട്ടം അങ്ങനെ ചെയ്യണം കേട്ടോ. വോൾഫിനൊക്കെ കുറേ വട്ടം ചെയ്യണം, പിന്നെ റാബിറ്റിനും ഒരു വട്ടം ചെയ്താൽ മതി. ഗൈസ് ഇപ്പോൾ നമ്മളത് ചെയ്യണില്ല, തൽക്കാലത്തിന് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ റാബിറ്റിനെ കൊല്ലാം, നമുക്ക് ഫുഡ് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ കൊല്ലാം നമുക്ക്. ഗൈസ് നമുക്കിത് ക്യാമ്പ് ഫയറിലിടാം, അപ്പോൾ ചൂടാവും അത്, അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ രാത്രി കേട്ടോ, രാത്രി ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ നിങ്ങൾ ഈ ഗെയിം കളിക്കുമ്പോൾ മാക്സിമം ഫുഡ് കളക്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പിന്നെ അറ്റാക്കൊക്കെ ചെയ്താൽ പിന്നെ ഭയങ്കര പണിയാവും. അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്താൽ ഫുഡ് കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടും കേട്ടോ, ഹെൽത്തൊക്കെ കിട്ടും, എനർജിയും ഹെൽത്തൊക്കെ കിട്ടും. ഗൈസ് നമുക്ക് മരം വെട്ടാം കേട്ടോ. മരം വെട്ടാം, അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ കഴിയും. ഗൈസ് ഈ മരം നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ചിലിട്ടാൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ബെഡും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ബെഡ് ഉണ്ടാക്കി പിന്നെ ഡേയ്സ് കൂടും കേട്ടോ. ഡേയ്സ് എന്തോ 2 ആയിട്ടൊക്കെ കൂടും. നമുക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ചിലിടാം കേട്ടോ. ഇനി നമുക്ക് പുറത്തൊക്കെ പോയോക്കട്ടോ. രാത്രിയാണെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല, നമ്മൾ പവറാണ്, അതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ല കേട്ടോ. ബേറിയൊക്കെ കളക്ട് ചെയ്യാം, ആവശ്യം വരും എന്തായാലും. നമുക്ക് ക്യാമ്പ് ഫയറിൽ കൊണ്ടുപോയിടാം, അപ്പോൾ കൾട്ടിസ്റ്റൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റും, അപ്പോൾ ഹെൽത്ത് കിട്ടും. ഗൈസ് നമ്മൾ സ്പ്രിൻറ്റ് ചെയ്യണതിനനുസരിച്ച് നമ്മളെ എനർജി കുറയും കേട്ടോ. ഗൈസ് നമുക്ക് റാബിറ്റിനെ കൊല്ലാം. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ, പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം അവിടെ ഒന്നും പോകണില്ല. വേറൊരു വീഡിയോയിൽ നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് കാണിച്ചു തരാം. കുറേ സ്ഥലങ്ങളുണ്ട്, വോൾക്കാനോൻ്റെ സ്ഥലം, കുറേ ആനിമൽസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, അപ്പോൾ നമ്മൾ പോകണമായിരിക്കും. ഗൈസ് ഡേ 2 ആവാനായി. രാവിലെ ആണ്ട് തന്നെ ഡേ 2 ആവുണ്ടാവും. എന്താ ഡേ 2 ആവാത്തത്? ഗൈസ് ഡേ 2 ആവണില്ല. ഡേ 2 ആയിട്ടോ, ഡേ 2 ആയി. ഗൈസ് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഗൈസ് നമുക്ക് കോള് കിട്ടിയിട്ടോ. പിന്നെ നമുക്ക് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, നമുക്ക് അതൊക്കെ കളക്ട് ചെയ്യാം. കോയിനൊക്കെ കിട്ടി. നമുക്ക് മെയിനായിട്ട് ചെസ്റ്റാണ് വേണ്ടത് കേട്ടോ. ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയേണ്ടത്. ചെസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല സാധനമാണ് സാധാരണ കിട്ടൽ. ആമോ ആണ് കേട്ടോ. നമുക്ക് മരം ക്രാഫ്റ്റിംഗ് ബെഞ്ചിലിടാം. ഗൈസ് നമുക്ക് കോളൊക്കെ കിട്ടിക്കണം. നമുക്ക് കോള് നമുക്ക് ക്യാമ്പ് ഫയറിൽ ഇടാം, അപ്പോൾ നമ്മുടെ ലെവൽ കൂടും. ഗൈസ് ലെവൽ കൂടി. ക്യാരറ്റ് കട്ടോ. പിന്നെ നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യും. ഗൈസ് ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ബണ്ണി ഫുട്ടായിട്ട് നമുക്ക്
ട്രേഡറിന് കൊടുത്താൽ അവർ നമുക്ക് ഗുഡ് സാക്ക്, ഗുഡ് ആക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും. ഗൈസ് നമുക്ക് കോൾ കിട്ടിക്കണ്, അത് നമുക്ക് ക്യാമ്പ് ഫയറിലിടാം. പിന്നെ ഡിയർ ഇതാ ഡെഡ് ആയിരിക്കുന്നുണ്ട് കേട്ടോ, അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. ട്രേഡർ വരെയുള്ള സമയമായല്ലോ, ട്രേഡറിനെ കാണില്ല. ട്രേഡർ വന്നിട്ടോ, നമുക്ക് കൊടുക്കാം ബണി ഫുഡ്. ഗൈസ് നമുക്ക് ഗുഡ് സാക്ക് എടുക്കാം, അതാണ് നല്ലത്. ഗുഡ് സാക്ക് എടുത്താൽ പിന്നെ നമുക്ക് 15 സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മൾ സ്നോയിലെത്തിട്ടോ. സ്നോയില് ദ വാം ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. പിന്നെ സ്നോയില് നമ്മളെ എനർജി ഈ കണ്ട കുറയണുണ്ട് സാധനം, അത് നമ്മൾക്ക് പിന്നെ സ്പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഫുള്ള് കുറഞ്ഞാൽ. ഗൈസ് ഫോക്സ് അത് വരുന്നത് നമുക്ക് അതിനെ കൊല്ലാം. പാട്ട ഫോക്സിനെ നമുക്ക് കൊല്ലട്ടോ, വെറുതെ നമ്മൾ അറ്റാക്ക് ചെയ്താൽ പണി പോളും. നമുക്ക് അതിൻ്റെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് കഴിക്കാം. ഗൈസ് അവിടെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ കയറി ഒളിച്ചിരിക്കല്ല, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ചെയറൊക്കെയാണ്, ആ ചെയർ നല്ല കാര്യം തന്നെയാണ്, നമുക്കതൊക്കെ എടുക്കാം. ഗൈസ് ആമോ കിട്ടിയിട്ടോ, റൈഫിൾ ആമോ വെച്ചാൽ റൈഫിളിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. നൈറ്റ് ഈസ് അപ്രോച്ചിങ്, അപ്പോൾ നൈറ്റ് ഇപ്പോൾ ആവാനായി. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പേടിയൊന്നുമില്ല. ഗൈസ് നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടോ, നമുക്കത് പൊട്ടിച്ച് നോക്കാം. ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്താവും നമുക്ക് നോക്കി നോക്കട്ടോ. നല്ല സാധനം കിട്ടിയാൽ മതിയായിരുന്നു, നല്ല സാധനം കിട്ടണം, പ്രാർത്ഥിക്കാം. ഗൈസ് റിവോൾവർ ആമോണ്. ആമോനെ കൊണ്ട് ഒരു കാര്യമില്ല, തോക്കുണ്ടെങ്കിലല്ലേ ആമോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. റിവോൾവർ കിട്ടി ഗൈസ്, ഞാൻ കണ്ടില്ല കേട്ടോ റിവോൾവർ. നല്ല കാര്യമാണ് കേട്ടോ അത്. രാത്രി കേട്ടോ, പക്ഷെ നമുക്ക് പേടിയൊന്നുമില്ല. അതാ ഫോക്സ് ഗൈസ്, പാട്ട ഫോക്സ് നമ്മളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരണം. ഈ ഫോക്സിന് തന്നെ അറിയുള്ളൂ ഗൈസ്. പോളർ ബിയർ നമ്മൾ ഡെഡായി ഗൈസ്. എനിക്ക് തോന്നുന്നു നിങ്ങളാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വട്ടം വരുമ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ഡെഡ് ഔട്ട് ഇതേപോലെ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടൊക്കെ പറയും, നമ്മൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.